സോ ഹലോ ഗൈസ് വെൽക്കം ബാക്ക്. സോ നമ്മൾ ഇന്നെന്തല്ല നമ്മളിങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ നമ്മൾ പൈസ ചെക്ക് ചെയ്തപ്പോൾ പൈസ ഭയങ്കര കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മളുണ്ടല്ലോ ബാങ്ക് അക്കൗണ്ട് കൂടി ഒന്ന് ചെക്ക് നമ്മുടെ കയ്യിൽ പൈസ വളരെ കുറവാണ്. പിന്നെ ബാങ്ക് അക്കൗണ്ട് ചെക്ക് ചെയ്യാന്ന് വിചാരിക്കുമ്പോൾ എനിക്കൊരു ഐഡിയ വരും. സോ നമുക്ക് എന്തുകൊണ്ട് ബാങ്ക് റോബർ ചെയ്തു അതൊരു റിച്ചാവുന്നത് നമ്മുടെ ബാങ്ക് ഒരു മിതമായൊരു ബാങ്ക് ഈ സിറ്റിയിൽ തന്നെ 5 ബാങ്കുണ്ട്. ആ ബാങ്ക്സിൽ നമ്മൾ ആ ബാങ്കിൽ ഒരു ബാങ്ക് നമ്മൾ മോഷ്ടിക്കും, നമ്മൾ റിച്ച് തന്നെ ആവും ട്ടോ. അത്രക്കും കിടിലൻ ബാങ്കാണ്. ഓക്കെ, അപ്പം വീഡിയോ വന്ന എല്ലാവരും ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ, അപ്പം നമുക്ക് ഈ റോബറിൽ നിന്ന് പറഞ്ഞാൽ ഇങ്ങനെ വെറുതെ പോയിട്ട് ചെയ്യാനൊന്നും കഴിയൂല. നമുക്ക് അതിനായിട്ടുള്ള കുറച്ച് സാധനമെല്ലാം വാങ്ങണം. മാസ്ക്, ഡ്രസ്സ് വേണമെങ്കിൽ വാങ്ങിച്ചാൽ മതി. മാസ്ക് വാങ്ങണം, ഡ്രസ്സ് വാങ്ങണം. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യമാണ് നമ്മുടെ സ്വന്തം ഗൺസും കൂടി വേണം. അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് നമ്മൾ ഇത് അടുത്തുള്ള ഐ തിങ്ക് ഇവിടെ അടുത്ത് എവിടെയോ നമ്മളെ ഇതുണ്ട് ഗൺ ഷോപ്പ്. ഇവിടെ ഈ സൈഡിലായിട്ടായിട്ട് ഗൺ ഷോപ്പ് ഉണ്ട്. അങ്ങോട്ട് പോകാൻ കുറെ ദൂരമുണ്ട്. ഇതിൻ്റെ അടുത്ത് എവിടെയോ ഉണ്ട്. ഫുള്ള് സെർച്ച് ചെയ്ത് നോക്കാം, ചിലപ്പോൾ എന്തായാലും കിട്ടാതെ നിൽക്കില്ല. സോ ഇത് നമ്മളെ പുതിയ കാറാണ്. ഇത് വാങ്ങിച്ചാൽ നമ്മളെ പൈസ തീർന്നതാണ്. ഓക്കെ, അപ്പം നമുക്ക് ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇവിടുന്ന് ഒരു കുറച്ച് ഗൺസ് എല്ലാം വാങ്ങിച്ചത്. ഓക്കെ, നമുക്ക് ഇവിടെ എവിടെയോ ഉണ്ട് ഗണ്ണ് ഉറപ്പാണ്. നമുക്കൊന്ന് നോക്കി നോക്കിയായിരുന്നു ഇവിടെ ഉണ്ടാവാണെന്ന് നിൽക്കില്ല. ഇവിടെ ഗൺ ഷോപ്പ്, നമ്മുടെ ദാമോദരേട്ടൻ്റെ ഗൺ ഷോപ്പൊന്നും ഇവിടെ കാണുന്നില്ലല്ലോ. ഞാൻ എപ്പോൾ അവിടെ നിന്നാ വാങ്ങിക്കല്? എപ്പോൾ വാങ്ങിക്കൊന്നുമില്ല, അപ്പോൾ വാങ്ങിച്ചതാണ്, പിന്നെ വാങ്ങിച്ചിട്ടൊന്നുമില്ല. മറന്നും പോയ സ്ഥലം എവിടെയാണ് നോക്കട്ടെ. ഇവിടെ 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 ആരോ ബാഗ് 2000 കിട്ടി. ആരോ ബാഗ് അവിടെ ഇരിക്കുന്നുണ്ട്. ഏതാ? ഇത് നമുക്ക് ആദ്യം തന്നെ നല്ലൊരു ഇത് തന്നെയല്ല. ഇപ്പം അത് ഗൺ ഷോപ്പാണ്. അത് തന്നെ നമ്മുടെ ദാമോദരേട്ടൻ്റെ ഗൺ ഷോപ്പ് തോന്നുന്നു. ഇവിടെ നമ്മളെ വണ്ടി പാർക്ക് ചെയ്യുക, നമുക്ക് നോക്കി നോക്കാം. ഇതന്നെ അമ്മൂനേഷൻ. അത് ഇതന്നെ ഇവിടെ തന്നെ ഗണ്ണ്. അപ്പം അപ്പം കുറച്ചധികം ഗൺസ് വേണം. ഓക്കെ, അപ്പം ഗൺസ് അതിൻ്റെ ഫ്രണ്ട് എവിടെയാണ്? ഫ്രണ്ടൊന്നും ഇവിടെ കാണുന്നില്ല. ഓക്കെ ഓക്കെ അപ്പം ദാമോദരേട്ടാ ഗണ്ണ് വേണം. ഗണ്ണ് ആടെ ഇവിടെ ഉണ്ട്, കേറി വാ. നമ്മളിങ്ങനെ ഗൺസൊക്കെ അങ്ങനെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം കുറച്ചധികം ഗൺസ് വാങ്ങിച്ചാൽ എന്തായാലും നല്ല ആവശ്യം വരും. ഇനി അടിയിലോട്ടൊക്കെ ഇറങ്ങാൻ കഴിയോ നോക്കട്ടെ. ഇല്ല. ഓക്കെ, അപ്പൊ കുറച്ചധികം നമ്മൾ ഗൺസൊക്കെ വാങ്ങിച്ചായിരുന്നു. കിടിലം ഗൺസ് നമ്മളെ ഇപ്പൊ ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് കാറും എടുത്ത് നേരെ നമ്മളെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ പോകണം. ഇവിടെ എവിടെയോ ഒരു തുണിക്കടയുണ്ട്. അപ്പൊ അങ്ങോട്ടേക്കാണ് നമുക്ക് പോവാം. മറ്റേ പാർക്കിംഗ് മാറ്റി റിവേഴ്സ്. ഓക്കെ, ഇനി നമ്മൾ ഈ തുണിക്കടയിലേക്ക് പോയിട്ട് നമുക്ക് ഒരു ജയിൽ പുള്ളിന്റെ കുപ്പായം ഇടാം. ഓക്കെ, ജയിൽ പുള്ളിന്റെ കുപ്പായം, പിന്നെ കള്ളന്മാരുടെ കുറച്ച് മാസ്കും ഇടണം. ഓക്കെ, മാസ്കും വാങ്ങിക്കണം. ഓക്കെ, പിന്നെ നമ്മളിങ്ങനെ വെറുതെ ഒറ്റക്ക് എന്തായാലും ബാങ്ക് റോബറി ചെയ്യാൻ പോയാൽ കുറച്ച് പണി കിട്ടും. കാരണം നമ്മൾ റോബ് ചെയ്യാൻ പോകുന്ന ബാങ്ക് കുറച്ച് സെക്യൂരിറ്റി ലെവലിൽ കുറച്ച് ഹൈ ആയിട്ടുള്ള ബാങ്കാണ്. ഓക്കെ, പിന്നെ ഒറ്റക്ക് പോയാൽ എന്തായാലും പണി കിട്ടും എന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പാണ്. ഈ കാലം എടുത്തുകൊണ്ട് പോയാൽ എന്തായാലും പണി കിട്ടും. കാരണം നേരെ നമ്മൾ വളക്കാൻ പോലും കഴിയുന്നില്ല ഈ കാലം കൊണ്ട്. വെറുതെ വാങ്ങിച്ചാൽ തോന്നി നമുക്ക് സെല്ല് ചെയ്താലോ എന്ന് വിചാരിക്കുക. വേണ്ട, രാവിലെ കാറാണ്, പിന്നെ ഒരു നാനോ കാറാണ്, എന്നെ കൊണ്ടൊരു ഉപകാരമില്ല. നമുക്ക് ഇപ്പം എവിടെയൊന്നും തുണിക്കട ഉണ്ടാവില്ല. അത് ഹൈവേ എത്തി. നമ്മളെ ജഗ്ഗൂനെയും ഡിങ്കൂനെയും ഞങ്ങൾ പറഞ്ഞ് സെറ്റാക്കട്ടെ. അപ്പൊ പറഞ്ഞ് സെറ്റാക്കി നമുക്ക് സിമ്പിളായിട്ട് എന്തായാലും അവരെ കുറച്ച് പ്രൊഫഷണൽ കള്ളന്മാരാണ്. പോലീസ്
പോലീസ് പോലീസ് നമ്മൾ പറയുന്നത് കേൾക്കണേ. ഇപ്പന്നെ അറസ്റ്റ് ചെയ്ത് തരും, അല്ലേ തന്നെ കഴിഞ്ഞില്ല. ഓക്കെ, അപ്പൊ ഇവിടെയാണ് തുണിക്കട. അതന്നെ തുണിക്കട ഇതല്ലേ. നമ്മളെ ജഗ്ഗുനും ഡിങ്കുനും നമ്മൾ പറഞ്ഞിട്ടെ. സോ നമ്മൾ പറഞ്ഞ് സെറ്റാക്കിക്കൊണ്ട് നമുക്ക് തുണി അവർക്ക് വേണ്ട ഡ്രസ്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കും. നമ്മൾ നേരെ പോവുക. ഓക്കെ, അതിന് നമ്മൾ നേരെ നമ്മളെ ബാങ്കിന്റെ മുമ്പിൽ അവിടെ നിൽക്കാന്ന് പറഞ്ഞു. ഇപ്പൊ ചേട്ടാ കൊച്ചു ഡ്രസ്സും കാര്യങ്ങളൊക്കെ വാങ്ങായിരുന്നു. ഇപ്പം നമ്മളെ ഡ്രസ്സ് ഓക്കെ, ഡ്രസ്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു. ഓക്കെ, അതിന് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. ഒരു കളർ ഡ്രസ്സും 3 ജയ്പൂരിലെ കുപ്പായം വാങ്ങിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മളെ മറ്റേ ജഗ്ഗൂനും ടിങ്കൂനും പേര് കിട്ടൂലേ, അങ്ങനത്തെ പേരാ. അവരെ നമുക്ക് നോക്കണം. അവരിതാ ഇവിടെ നമ്മളെ ബാങ്ക് ഇതാ ഇവിടെ ആയിട്ടൊരു ബാങ്ക് ഉണ്ട്, ഇവിടെ ആയിട്ട് ബാങ്ക് ഉണ്ട്. പിന്നെ ബാങ്ക് ഉള്ളത് പിന്നെ ഇവിടെ ആയിട്ടൊരു ബാങ്ക് ഉണ്ട്. ഇവിടെ ആയിട്ടൊരു ബാങ്ക് ഉണ്ട്. ഈ ബാങ്കിൽ നമ്മൾ മോഷ്ടിക്കണം. ഇവിടുത്തെ സെക്യൂരിറ്റി ഭയങ്കര ഹൈ സെക്യൂരിറ്റി ആണ് ഇവിടെ. പിന്നെ പോലീസുകാരെയൊക്കെ നമ്മൾ മോഷ്ടിച്ച് കഴിഞ്ഞാൽ അടുത്തുന്ന ഒരു കാര്യത്തിൽ ഉറപ്പാണ്. അതുകൊണ്ടാണ് നമ്മൾ ജഗ്ഗുനും ടിങ്കുനും എല്ലാം വിളിക്കുന്നത്. അവരിതിന്റെ മുമ്പിൽ നിൽക്കാനാ പറയുന്നേ. ഓക്കെ, അപ്പം അവര് ഈ ബാങ്കിന്റെ ഉള്ളിൽ കയറി പറഞ്ഞിട്ടുണ്ട്. നമുക്കപ്പം നമ്മൾ കാർ എടുത്ത് പോവാം. ഇവൻ അവിടെ നടന്നെത്തുമ്പോ തന്നെ ആവുമല്ലോ കുറെ സമയം. കേറി വിട്. ഇതാണ് നമ്മളെ പോലീസ് എസ്കേപ്പ് ഉപയോഗിക്കുന്ന വണ്ടി. പിന്നെ ഒന്നുമില്ല അതേ പോലീസ് കേട്ടിട്ടില്ല, ഭാഗ്യം. ഓക്കെ, അപ്പൊ നമുക്ക് പോകാം. ഇനിയുള്ളത് ഒന്നൊരു പരിപാടിയില്ല, ഇനി നേരെ പോവുക, മോഷ്ടിക്കുക, അത്രേ ഉള്ളൂ. കാറ് ഭയങ്കര ചോറ തന്നെ കേട്ടാ. ഓക്കെ, നമ്മളെ ജഗ്ഗുനും ടിങ്കുനും സെറ്റാക്കിയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ അങ്ങനെ ഒക്കെ പഠിച്ചു തുടങ്ങി. ബാങ്കില് ജഗ്ഗും ടിങ്കും എല്ലാം സെറ്റായിട്ടുള്ള കുപ്പായിട്ട് ബാങ്കിലേക്ക് അവിടെ ബാക്ക് ആവാമല്ലോ. ഒന്ന് കണ്ടിട്ട് ഇതെല്ലാം വാങ്ങിച്ചിട്ടാണ് അടിച്ചു പൊട്ടി അപ്പൊ പൈസ അവർക്ക് കുറച്ച് പൈസ എല്ലാം കൊടുക്കണേ. വീട്ടിലും ബാങ്ക് തന്നെയാണ്. തീർക്കണ ഇങ്ങനെ എന്തിനാ എനിക്ക് തീർക്കുന്ന എനിക്ക് ഒന്നോന്നുണ്ട്. അപ്പൊ എന്നിട്ട് പോ തൊട്ട് താഴെ ആളുണ്ടാവും. വെടിവെച്ച് തിന്നടി ഉള്ളി അടിച്ചിട്ട് ആട്ടി അതിലും തോന്നും. പക്ഷേ ഇതിലേക്ക് ഒക്കെ അടി ഇതിലെ മാനേജറാന്ന് തോന്നുന്നു ബാങ്കിന്റെ. ഇപ്പൊ കുറച്ച് പൈസ ഒന്നും കിട്ടുന്നുണ്ട്. ഓക്കെ, നമുക്കിനി സാധനം ഇപ്പൊ പോസ്റ്റ് ആവാണ്ടുള്ളതായിട്ടുണ്ട്. അപ്പം പൈസ എവിടെയാ ഡിങ്കു വേടി അടിച്ച ഡിങ്കുവിന്റെ ഒരേ അടിയാണ്. ജഗ്ഗുനെ കാണുന്നില്ല, ജഗ്ഗുനെ പോയി. നമുക്കിപ്പൊ വേണ്ട ക്യാഷാണ്. ഇപ്പൊ ഇതിലെ പൊട്ടിച്ച് അടി ഇങ്ങോട്ട് പോകുന്ന ഇവിടെ ഒരാളുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും പണി കാണിക്കും ഇട്ടാ മതിയാ. അടിച്ചു നോക്കെ തൂക്കി അങ്ങനെ തൂക്കി. ഒരു സമയം ബാങ്ക് ഓവർ ചെയ്ത് കൊടുക്കുമ്പോ തീർച്ചയായിട്ട് കുറെ ഇനി നമുക്ക് പൈസ ഇങ്ങോട്ടെങ്ങനെ പൈസ പൈസ വലിയ സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ ഇവിടെ ഫുള്ള് ക്യാഷിന് മഴയാ. ഇവിടെ എല്ലാ കച്ചവടം ചെറുകൂട്ടിക്കും. നിങ്ങൾക്കെല്ലാം വേണ്ട ക്യാഷ് നിങ്ങൾ എടുത്തു, എനിക്ക് വേണ്ട ക്യാഷ് ഞാൻ എടുക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ക്യാഷ് അങ്ങനെ എടുത്തു തുടങ്ങാം. ഇതല്ല ആള് അപ്പൊ നമ്മൾ ക്യാഷ് എടുക്കാൻ മൊത്തത്തിലാണ്. ഓക്കെ, സോ നമ്മൾ ക്യാഷ് വെച്ച് ജംഗുണ്ടെങ്കിൽ വന്ന അവര് അതിലെ കൂടി എസ്കേപ്പ് ആയി. നമ്മളിനി എസ്കേപ്പ് ആവണം. പോലീസ് ആവാനുള്ള കേൾക്കുന്നുണ്ട്. സീറ്റിനെ പറഞ്ഞില്ല ഈ കാറിനെ കൊണ്ട്
എസ്കേപ്പ് നമ്മളെ കുപ്പായം ഡ്രസ്സിലെ കീച്ചു. കാരണം എന്താന്ന് വെച്ചാല് ചിലപ്പുണ്ടല്ല നമ്മളെ പഴി വെച്ച് അവര് കണ്ടുപിടിച്ചാലോ, അതുകൊണ്ട് സോ നമുക്ക് പറപ്പിച്ച് പോകെ പറപ്പിര് ഓക്കെ. നമ്മള് വന്ന വഴി നമുക്ക് തിരിച്ചു പോവാം. ഈ ഒരു വഴി പോലീസ് വരത്തില്ല. കാരണം എന്ന് വെച്ചാല് ഈ വഴി പോലീസ് വളച്ച് തിരിച്ച് ഒടിച്ച് കഴിയുമ്പോൾ കുറച്ച് സമയം എടുക്കും. ഈ വഴി എന്തായാലും പോലീസ് താഴെ നമ്മക്ക് വേണ്ടി കാത്തു നിൽക്കണം. പക്ഷെ അമ്മ പിടിവിട്ട് എടുക്കുക. അമ്മക്ക് കേറാൻ കൊറേ പൈസ കിട്ടി. അയാമത്തെ റിച്ച് ഓക്കെ. ഈ ഒരു ഇത് സക്സസ്ഫുൾ ആയ നമ്മ റിച്ച് ആണ്. ഒന്നും നോക്കല്ല, റിച്ചസ്റ്റ് ആൻഡ് റിച്ചസ്റ്റ്. ഓക്കെ. നമ്മൾ താഴെ പോലീസ് ഇല്ലല്ലേ? പോലീസുകാരെ മടുത്താ. 5 സ്റ്റാർ വാണ്ടർ ലെവലുണ്ട്, പക്ഷെ പോലീസിനെ കാണുന്നില്ല. എന്തുവാടേ? ഓക്കെ. പോലീസിന് ഇല്ലാന്ന് തോന്നുന്നു. എവിടുന്നല്ലോ സൈറൻ കേൾക്കുന്നുണ്ട്. പക്ഷെ ഒരിക്കലും വിട്ടുകൊടുക്കാൻ പാടില്ല. ക്യാഷ് എങ്ങനെ കിട്ടിയിട്ട് വേണം ഈ പുതിയ കാറും ബൈക്കും വാങ്ങി. ഈ കാർ എന്തായാലും മാറ്റണം. നോക്കി പെട്ടെന്ന് അനങ്ങാൻ കഴിയും. സ്റ്റക്കായിട്ട് സമയം അറിയാം. ന്യൂട്രലിട്ടിട്ട് അവിടെ വണ്ടി ഓടിക്കുന്നു മോനെ. ഓക്കെ. നമുക്ക് ഇപ്പൊ വണ്ടി എനിക്ക് ദേഷ്യം പിടിക്കുന്നു. ഇക്കാതെ നമ്മള് പോലീസ് എന്തായാലും ബാക്കിൽ ഓക്കെ സെറ്റ് പക്ഷെ കൊണ്ടുപോകുന്ന വിചാരിച്ചു. പക്ഷെ നമ്മൾ രക്ഷപ്പെട്ട് ബാക്കിൽ പോലീസ് ഉണ്ടായിരുന്നു. അത് നമ്മൾ വേഗം ഒന്ന് ചെയ്യുന്നു. ഓക്കെ. അപ്പം നേരെ പോട്ടെ. താഴേക്ക് പോയാലോ? താഴേക്ക് പോയിട്ട് പോലീസിനെ പറ്റിച്ചാലോ? പോലീസ് നമ്മളെ വയ്യേ ഉണ്ടെന്ന് തോന്നുന്നു. സാമാനെല്ലാം അടുത്തടുത്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. താഴെ പോയി നോക്കാം. അപ്പം ഓക്കെ. അവിടെ താഴെ പോലീസ് വേണ്ട മോനെ, വേണ്ട. താഴെ പോലീസാണ്. താഴെ ഫുള്ള് പോലീസാണ്. നമ്മ താഴേക്ക് അവർക്ക് നേരത്തെ മുന്നറിയിപ്പ് കിട്ടിയെന്നാ തോന്നുന്നു. അപ്പൊ നേരെ പോട്ടെ. ഓക്കെ. ഹൈവേക്കാണ് നമ്മളെ ഗുണം എന്നറിയാം. പോലീസിന് പിടിക്കാൻ ഭയങ്കര പണിയായിരിക്കും. സ്പീഡ് ഞാൻ കത്തിച്ച് വിടാം. ഓക്കെ. അപ്പം പോലീസൊന്നും ഇല്ലാന്നാ തോന്നുന്നു. പക്ഷെ ഓക്കെ. പോലീസുണ്ട്. ഇല്ലില്ല. ഓക്കെ. നേരെ പോകുമ്പോ ചിലപ്പോ പോലീസിനെ കാണും. ഓക്കെ. നേരെ പോകുമ്പോ പോലീസിനെ കാണും. ഓക്കെ. പോലീസ്. എന്റെ മോനെ പോലീസ്. എടാ പോലീസ്. അള്ളാ പഠിച്ചോനെ. അവിടെ നിക്കണോ അവിടെ? നിക്കാൻ സൗകര്യമില്ല. പോലീസ് അങ്ങനെ വരുന്നേ. പോലീസ് അങ്ങനെ വരുന്നു. മുക്കാലം പറഞ്ഞാണ് പോലീസ്. അമ്മ നിന്നില്ല. അപ്പം നോ, എൻജിൻ ഡാമേജ്. നോ, പണി കിട്ടി. നമുക്ക് ഈ വണ്ടി നമ്മളെന്തൊക്കെ പാവങ്ങൾ ഡ്രസ് മാറ്റിയായിരുന്നു. ഞങ്ങളെ പിടിക്കാനില്ല ആ പാവങ്ങൾ. നമുക്ക് ഇവിടെ വണ്ടി ഇവിടെ നിർത്തി അതിന്റെ ഫുള്ള് പൈസ ഇല്ല. ഇവിടെ നിർത്തി നമുക്ക് അതിന്റെ മുകളിലായിട്ട് കയറിക്കാം. ഞാനിപ്പോ കാഴ്ചകൾ കാണാൻ വന്നതാ. ഞാൻ പറഞ്ഞ കാണാൻ ഞാനിവിടെ കണ്ടിട്ടില്ല. നമുക്ക് കേറുന്നില്ല. നമ്മളെ വണ്ടി ആരും ശ്രദ്ധിക്കില്ലാന്ന് തോന്നുന്നു. സോ എടാ വാണ്ടറിലെ പോയാ ഇത്ര പണി ഉണ്ടായിട്ടോ. കിട്ടില്ല. വാണ്ടറിലെ അങ്ങ് പോയി കിട്ടി. പക്ഷേ സക്സസ്ഫുള്ള് വീട്ടിൽ പോയിട്ടാണ് ഈ പൈസ സേവ് ചെയ്ത് വെച്ചിട്ട് ഒരു പുതിയ BM മേടിക്കാൻ. സോ ഗൈസ്, നമ്മൾ ഫൈനലി മിഷൻ സക്സസ്ഫുൾ ആയി. ജഗ്ഗുവിനെ വിളിച്ചോക്കട്ടെ. ജഗ്ഗു ഇവന് സേഫ് ആണെന്ന് പറഞ്ഞ അവരെ രക്ഷപ്പെട്ട് നമ്മള് രക്ഷപ്പെട്ടു. ഓക്കെ. ഈ ഒരു ആഹ്ലാദത്തിൽ നമ്മള് ഡാൻസ് ആയിക്കോട്ടെ. നമ്മളെ ഡാൻസ് അത് തന്നെ ഡാൻസ്. ജിമിക്ക് കമൽ. ഓക്കെ. ഡാൻസ്. സോ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ചിട്ട് ഇന്നൊരു കിടിലൻ വീഡിയോ ആയിരുന്നു. ഓക്കെ. ഇവന് പ്രാന്തായ പോലെ എന്തെല്ലാം കളിക്കുന്നുണ്ട് അടുത്തുനിന്ന്. നമ്മള് സക്സസ്ഫുൾ ആയത്. ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ചെത്തുന്നു. എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബ് ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.
Bye guys. Thank you for watching.